ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മുളംകാടിന് നടുവിൽ ഗുരുതരമായി പരിക്കേറ്റ് ബോധം വീണ്ടെടുക്കുന്ന ജാക്കിനെയാണ് നമ്മൾ കാണുന്നത്. തനിക്ക് ചുറ്റും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കടൽത്തീരത്ത് നിന്ന് ഉയരുന്ന നിലവിളികൾ അയാൾ കേൾക്കുന്നത്. ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്ന ജാക്ക് കാണുന്നത് തങ്ങൾ സഞ്ചരിച്ചിരുന്ന ഓഷ്യാനിക് എയർലൈൻസ് ഫ്ലൈറ്റ് 815 തകർന്നടിഞ്ഞ് യാത്രക്കാർ പലരും മരിച്ചുകിടക്കുന്നതും ഗുരുതരമായി പരിക്കേറ്റവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. ഒരു ഡോക്ടറായ ജാക്ക് സ്വന്തം മുറിവുകൾ പോലും മറന്ന് പരിക്കേറ്റവരെ രക്ഷിക്കാൻ ഓടി നടക്കുന്നു. കാലിൽ വിമാനം വീണ് കുടുങ്ങിയ ഒരാളുടെ ജീവൻ രക്ഷിക്കുകയും 8 മാസം ഗർഭിണിയായ ക്ലെയറിനെ സുരക്ഷിതയാക്കുകയും ചെയ്യുന്നതിനിടയിൽ വിമാനത്തിന്റെ എഞ്ചിൻ പൊട്ടിത്തെറിച്ച് വീണ്ടും നിരവധി പേർ മരിക്കുകയും കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ ശ്വാസം നിലച്ച സ്ത്രീക്ക് CPR നൽകി ജീവൻ തിരികെ കൊണ്ടുവരുന്ന ജാക്ക് വീണ്ടും ക്ലെയറുടെ മേൽ വീഴാനിരുന്ന വിമാനഭാഗത്തിൽ നിന്നും അവളെ രക്ഷിക്കുന്നു. പിന്നീട് തന്റെ മുതുകിലെ ആഴത്തിലുള്ള മുറിവ് സ്വയം തുന്നാൻ കഴിയാത്തതിനാൽ വഴിയിലൂടെ വന്നെന്ന ഒരു യുവതിയായ കേറ്റിനോട് സഹായം ചോദിക്കുന്നു. ആദ്യം ഭയന്നെങ്കിലും ഒടുവിൽ കേറ്റ് മുറിവ് തുന്നിക്കൊടുക്കുന്നു. ആ സമയത്ത് തന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തൊരു സർജറിയെക്കുറിച്ച് ജാക്ക് അവളോട് പറയുന്നു. ഒരു ചെറിയ പിഴവിലെല്ലാം കൈവിട്ടുപോയെന്ന് തോന്നിയ നിമിഷം ഭയന്ന് നിശ്ചലമായി നിൽക്കാൻ അദ്ദേഹം സ്വയം അനുവദിച്ചത് വെറും 5 സെക്കൻഡ് മാത്രം. അതിനുശേഷം മനസ്സിനെ നിയന്ത്രിച്ച് സർജറി പൂർത്തിയാക്കുകയും ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത അനുഭവം പറഞ്ഞ് ഭയത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് അവളെ പഠിപ്പിക്കുന്നു. രാത്രിയായപ്പോൾ രക്ഷപ്പെട്ട 48ഓളം യാത്രക്കാർ തീ കത്തിച്ച് രക്ഷാപ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് കാടിന്റെ ഉള്ളിൽ നിന്ന് മരങ്ങൾ ഇളക്കിമറിക്കുന്നതുപോലെ ഭീകരമായ ഒരു അജ്ഞാത ജീവിയുടെ മുരളൽ കേട്ട് എല്ലാവരും ഭയന്നു പോകുന്നത്. പിന്നീട് ജാക്കും കേറ്റും സംസാരിക്കുന്നതിനിടയിൽ വിമാനത്തിന്റെ മുൻഭാഗം കണ്ടെത്താൻ കഴിഞ്ഞാൽ കോക്പിറ്റിലെ ട്രാൻസീവർ ഉപയോഗിച്ച് പുറംലോകവുമായി ബന്ധപ്പെടാമെന്ന് അവർ മനസ്സിലാക്കുന്നു. അതേസമയം ഫ്ലാഷ്ബാക്കിലൂടെ അപകടത്തിന് തൊട്ടുമുമ്പ് വിമാനത്തിൽ നടന്ന സംഭവങ്ങളും വിമാനം നിയന്ത്രണം വിട്ട് തകർന്നതും കാണിക്കുന്നു. പിറ്റേന്ന് രാവിലെ ജാക്കും കേറ്റും ചാർലിയും ചേർന്ന് കോക്പിറ്റ് അന്വേഷിച്ച് കാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. ഒടുവിൽ കുത്തനെ തറച്ചു നിൽക്കുന്ന വിമാനത്തിന്റെ മുൻഭാഗം കണ്ടെത്തി അകത്ത് കയറുന്ന അവർ അബോധാവസ്ഥയിലായിരുന്ന പൈലറ്റിനെ ജീവനോടെ കണ്ടെത്തുന്നു. പൈലറ്റ് പറയുന്നത് കേട്ട് അവർ ഞെട്ടിപ്പോകുന്നു. അപകടത്തിന് മണിക്കൂറുകൾക്ക് മുമ്പേ വിമാനത്തിന്റെ റേഡിയോ തകരാറിലായതിനാൽ അവർ ദിശ മാറി ഏകദേശം 1000 മൈൽ അകലെ എത്തിയിരിക്കാമെന്നും അതുകൊണ്ട് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ തെറ്റായ സ്ഥലത്താണ് തിരയുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഇതിനിടെ ട്രാൻസീവർ എടുക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ആ അജ്ഞാത ജീവിയുടെ ശബ്ദം കേൾക്കുന്നു. എന്താണെന്നറിയാൻ പുറത്തേക്ക് നോക്കിയ പൈലറ്റിനെ ഒരു നിമിഷം കൊണ്ട് അദൃശ്യമായ ആ ജീവി വലിച്ചുകൊണ്ടുപോകുകയും ചോര മാത്രം കോക്പിറ്റിന്റെ ഗ്ലാസിലൂടെ ഒഴുകിയിറങ്ങുകയും ചെയ്യുന്നു. ജീവനും കൊണ്ടോടുന്ന ജാക്കും കേറ്റും ചാർലിയും കാട്ടിൽ പിരിഞ്ഞുപോകുന്നു. ഭയന്ന് ഒറ്റപ്പെട്ട കേറ്റ് ജാക്ക് പഠിപ്പിച്ച പോലെ 5 വരെ എണ്ണി ധൈര്യം വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ ചാർലിയെ ശത്രുവെന്ന് തെറ്റിദ്ധരിച്ച് ആക്രമിക്കുകയും പിന്നീട് ഇരുവരും ചേർന്ന് ജാക്കിനെ തേടി തിരികെ പോവുകയും ചെയ്യുന്നു. ഒടുവിൽ അവിടെയുള്ള ഒരു വൻമരത്തിന്റെ ഏറ്റവും ഉയർന്ന ചില്ലകളിൽ ചോരയിൽ കുതിർന്ന നിലയിൽ പൈലറ്റിന്റെ മൃതദേഹം തൂങ്ങിക്കിടക്കുന്നത് മൂവരും കാണുന്നു. മനുഷ്യസാധ്യമല്ലാത്ത ഏതോ വലിയൊരു മൃഗമോ ശക്തിയോ ആ ദ്വീപിലുണ്ടെന്ന തിരിച്ചറിവോടെ 1-ാം എപ്പിസോഡ് അവസാനിക്കുന്നു.